വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നല്ല സ്ട്രോങ് ആയുള്ള ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ് താഴോട്ടേക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് ഇന്ന് ഇത് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ ഒരു റെസിസ്റ്റൻസിന് വേണ്ടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവലായിരിക്കും എത്താൻ സാധ്യത കാണുന്നത്. ആ ഒരു ലെവല് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് പ്രൈസ് ഇനി കൂടുതലും എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ ഈ ഒരു ലോ ആണ്. ഈ ലോയിൽ കുറേ കാലമായിട്ടാണ് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഈ ലോയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി അതിന്റെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ഈ ഒരു റേഞ്ചാണ്. ആ റേഞ്ചും ഒന്ന് നോട്ട് ചെയ്തിടുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലും എത്തും എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം എന്നും പറയുന്ന പോലെ തന്നെ മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇനി ചാർട്ടിലോട്ട് പോവാം. ഫോർവേഡ് ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 അവർ ചാർട്ടിലോട്ട് പോവാം. അവർ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവർ ചാർട്ടിലുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് വന്നിട്ട് പ്രധാനപ്പെട്ട ഏരിയാസിന്റെ പ്രൈസ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി അനാലിസിസിലേക്ക് പോവാം.
അതിൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ട്രേഡ് റൂട്ട് ഒരു ഓപ്പൺ ചലഞ്ച് നടത്തുന്നുണ്ട്. 30 ഡേയ്സ് കൊണ്ട് ഒരു ഡിസിപ്ലിൻ ട്രേഡർ എങ്ങനെയാവാം എന്നുള്ളതിനെ കുറിച്ച് എന്നാണ് ഈ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ചലഞ്ച് യൂട്യൂബിലൂടെയാണ് നടത്തുന്നത്, ലണ്ടൻ സെക്ഷനിലാണ് നടത്തുന്നത്. ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ വീഡിയോയുടെ താഴെ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. അപ്പോൾ ചലഞ്ചിനെ കുറിച്ച് ചെയ്ത വീഡിയോ അയച്ചു തരാം. ഇനി ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. റെസിസ്റ്റൻസ് ഏരിയ എന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി ഉണ്ട്. അതായത് ഇവിടുന്ന് തന്നെ ഒരു കൺഫർമേഷൻ ബേസ് ചെയ്തിട്ട് നമുക്കൊരു സെൽ എൻട്രി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റേഞ്ച് വരെ എത്താവുന്നതാണ്. ഈ റേഞ്ച് ഒരു മിക്കവാറും ബ്രേക്ക് ചെയ്യാനും താഴോട്ടേക്ക് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവല് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഒരു ട്രേഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുള്ള ലെവലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പുൾ ബാക്ക് ഉണ്ടാവും ഈ ഒരു കാണുന്ന സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്താൽ. പക്ഷെ നല്ലൊരു ട്രേഡ് നമുക്ക് ഇവിടെ കിട്ടാം. ഒരു പക്ഷേ അതൊരു വലിയൊരു വീഴ്ചയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ലെവല് താഴോട്ടേക്ക് ഇവിടേക്ക് വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു കാര്യം, ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടാതെ ചിലപ്പോൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു ലെവല് ഉണ്ട്. അതായത് ഈ ഒരു ലെവലുണ്ട്. ഈ ലെവലിൽ നിന്നിട്ട് നമുക്കൊരു എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊരു പക്ഷേ അവിടുന്ന് കിട്ടുമ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കയറ്റായിരിക്കും താഴോട്ടേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും അവിടുന്ന് വരികയാണ്, സെല്ലിങ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ താഴേക്ക് ബ്രേക്ക് തന്നതിന് ശേഷം മാത്രം സെല്ലിങ് നോക്കിയാൽ മതി. എന്നിട്ട് വരുന്ന റീടെസ്റ്റ് ബേസ് ചെയ്തിട്ട് സെല്ലിങ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യത ചിലപ്പോൾ ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ മുകളിലോട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ലെവല് 15 മിനിറ്റ്സിന്റെ ഒരു ലെവല് ഈ കാണുന്ന ഒരു ഏരിയ ആണ്. ഈ ഏരിയയിലേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ ചെറിയൊരു പുൾ ബാക്ക് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കൺഫർമേഷൻ നിർബന്ധമായും തന്നെ എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത്.